ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഗ്രീൻ ആരോസ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു മാർക്കറ്റ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നത് സെൻസെക്സ് താഴെ വന്നാൽ എതുവരെ എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ പറയുന്നത് നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ബാങ്ക് അല്ല, നിഫ്റ്റി 50, അതേപോലെ മിഡ് ക്യാപ്പ്, സെൻസെക്സ്, ഇത് മൂന്നും ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. താഴേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ബൈയിങ് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിലോ അല്ലെങ്കിൽ പിൻ നിഫ്റ്റിയിലോ എടുക്കാം എന്നുള്ളതായിരുന്നു. ഇന്ന് എല്ലാ ഇൻഡെക്സുകളും താഴേക്കാണ് വന്നത്. അത് ഏറ്റവും കൂടുതൽ താഴെ വന്നത് നിഫ്റ്റി ബാങ്ക് ആണ്. ഏകദേശം 1.74% താഴെ വന്നിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യും എന്നുള്ളത് കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെ നമുക്ക് എവിടുന്ന് ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെ ഡെയിലി ക്യാൻഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്തായി, ഒരു ചെറിയ കറക്ഷൻ തരുന്നുണ്ട്. ശരിക്ക് മാർക്കറ്റിൽ ഒരു കറക്ഷൻ എന്ന് പറയുന്നത് ഒരു 10% വന്നാൽ മാത്രമേ കറക്ഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്കൊരു കറക്ഷൻ സ്റ്റേജിക്ക് ഇതുവരെ എത്തിയിട്ടില്ല. മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 2020 ശേഷം സത്യം പറഞ്ഞാൽ ഒരു കാര്യമായിട്ട് കറക്ഷൻ തരാതെ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഈ ഇലക്ഷന്റെ സമയത്താണ് 10% അല്ലെങ്കിൽ പിന്നെ ചെറിയ 10% അല്ല, ചെറിയ രീതിക്കെങ്കിലും മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ചെയ്തത്, അതിനുശേഷം റിക്കവറി തന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈ സെൽ ഓഫ് എതുവരെ വരാം, അല്ലെങ്കിൽ നാളെ മാർക്കറ്റ് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടാണ് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മാർക്കറ്റിൽ ഇരിക്കേണ്ടത് ട്രേഡ് ചെയ്യാൻ. നാളെ ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഫോം ചെയ്യും എന്നുള്ള ഒരു കൺസെപ്റ്റിൽ മാർക്കറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ട്രേഡുകൾ മാത്രം കിട്ടുകയാണെങ്കിൽ മാത്രം എടുക്കുന്ന രീതിയിലേക്ക് ട്രേഡുകൾ മാറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഒരു ചെറിയ ഗ്യാപ് ഡൗൺ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഡൗൺ സൈഡ് ട്രേഡുകൾ വീണ്ടും പ്ലാൻ ചെയ്യും എന്നുള്ളതാണ്. നിഫ്റ്റി എന്ത് ചെയ്തു, 24,788 എന്നുള്ള ലെവലിൽ എത്തിയിട്ടുണ്ട്. നിഫ്റ്റി നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് റൗണ്ട് ലെവലിന് താഴെയാണ്. നിഫ്റ്റി എക്സാക്ട്ലി വന്നതും ആ ഒരു രീതിക്ക് തന്നെയാണ്. സെൻസെക്സ് എന്ത് ചെയ്തു, അത്യാവശ്യം നന്നായിട്ട് മൂവ് ചെയ്തു. സെൻസെക്സിലാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് പെട്ടെന്ന് പോകുന്നത്. 82,200 ഡൗൺ സൈഡ് പാള് തുടങ്ങിയിട്ട് 81,311 വരെ, ഏകദേശം 800-900 പോയിന്റ് അടുത്ത് 3 ക്യാൻഡിൽ 15 മിനിറ്റിന്റെ 3 ക്യാൻഡിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിലവിൽ 81,600 അല്ലെങ്കിൽ 564 എന്നുള്ള ലെവലിൽ ഇപ്പം 80,880 ഇടയിലുള്ള ഭാഗത്ത് സെൻസെക്സിൽ ട്രേഡ് ഒഴിവാക്കാം. അതിന് താഴെ വരികയാണെങ്കിൽ സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള കാഴ്ചപ്പാട് എന്ത് ചെയ്യാം, താഴേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി തിങ്കളാഴ്ച നമുക്ക് വരാൻ പോകുന്നത് നിഫ്റ്റിയാണ്. നിഫ്റ്റിയിൽ എന്ത് ചെയ്യാം, ഏറ്റവും കൂടുതൽ ട്രേഡുകൾ ഫോക്കസ് ചെയ്യേണ്ടത് നിഫ്റ്റി തന്നെയാണ്. ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ 24,788 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,715, 24,657 എന്നുള്ള ലെവലുകൾ ടാർഗറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. വലിയ ഗ്യാപ് ഡൗൺ 24,600 അടുത്താണ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു റിവേഴ്സൽ ട്രേഡ് ഫസ്റ്റ് വന്നതിന് ശേഷമായിരിക്കും എന്തുണ്ടാവുക, നമുക്ക് താഴെ വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 24,600 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കുന്നത് ആ ഒരു ക്യാൻഡിൽ എവിടെ ക്ലോസ് ചെയ്യും എന്നുള്ളതാണ്. 24,600 ഈ സപ്പോർട്ടിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈനിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് ഞാൻ മുകൾക്കാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. 24,788 ആയിരിക്കും ഞാൻ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി താഴേക്ക് വരികയാണെങ്കിൽ, ഈ ട്രെൻഡ് ലൈനോട് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ല ട്രേഡുകൾ ഡൗൺ സൈഡ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. വലിയ ഗ്യാപ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഇപ്പോൾ ആണെങ്കിൽ പോലും ഈ ഏരിയ ബ്രേക്ക് ചെയ്യാതെ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. 25,000 മുകളിലാണെങ്കിൽ എന്ത് ചെയ്യും, മാർക്കറ്റ് ഈ ഏരിയയിൽ 25,300 24,788 അല്ലെങ്കിൽ 24,800 ഇടക്ക് തീരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ നിഫ്റ്റിയിലെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. നിഫ്റ്റി ബാങ്ക് ആണെങ്കിൽ സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള തന്നെയാണ് വിശ്വാസം. 50,500 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, താഴേക്കുള്ള ട്രേഡുകൾ മാത്രം പ്ലാൻ ചെയ്യാനാണ് ഇപ്പം നിൽക്കുന്നത്. 50,000 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് തന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഞാൻ കോൾ സൈഡിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ശരിക്കും പിന്നെ അടുത്ത ദിവസം തിങ്കളാഴ്ച നമ്മൾ കോൾ സൈഡിലേക്കുള്ള ട്രേഡ് ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. കാരണം മാർക്കറ്റ് എപ്പോൾ ആണെങ്കിലും എന്ത് ചെയ്യാം, ഒരു റിജക്ഷൻ അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് എന്നതിന് ശേഷം താഴേക്ക് വരാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് ഡൗൺ സൈഡ് ട്രേഡുകളാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത 2 ദിവസം, തിങ്കളാഴ്ച ആണെങ്കിൽ ചൊവ്വാഴ്ച ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ഫോക്കസ് ചെയ്യുന്നത് ഡൗൺ സൈഡിലേക്കാണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വ്യൂവിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യും എന്നുള്ളതുകൊണ്ട് ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇനി നിഫ്റ്റിയിലാണെങ്കിൽ പോലും എന്തുണ്ട്, ഷാർപ്പായിട്ട് സെൽ ഓഫ് മാത്രമാണ്, സെൽ ഓഫ് കൺസോളിഡേഷൻ സെൽ ഓഫ് എന്നുള്ള ഒരു രീതിയിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തിട്ടുള്ളത്.
ഒരു സ്ട്രോങ് സപ്പോർട്ടിന്റെ അടുത്ത് വന്നിട്ടാണ് നിലവിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത് മാർക്കറ്റ്. 23,470 താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഞാൻ എന്ത് ചെയ്യുന്നത് ഒരു ഡൗൺ സൈഡ് ട്രേഡ് മാത്രമാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ മിനിഞ്ഞാന്ന് മാർക്കറ്റ് എവിടെ നിന്നോ അതിന്റെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് നിഫ്റ്റിയിൽ കൺസോളിഡേറ്റ് ചെയ്തു. ഇന്ന് ചെറിയ ഒരു ഗ്യാപ്പ് ഡൗൺ, ഷാർപ്പ് പുൾ ബാക്ക്, അതിനുശേഷം സെല്ലിംഗ് എന്നുള്ളതായിരുന്നു എല്ലാ ഇൻഡെക്സിലും സംഭവിച്ചത്. ഈ ഒരു രീതി തന്നെയായിരിക്കും മിക്കവാറും നാളെയും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.